ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസിന് ലൈക്ക് അടിക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ചിട്ട് വീഡിയോസൊക്കെ കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തി വയ്ക്കട്ടെ. എന്നാലേ തന്നെ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ എന്തായാലും രാവിലെ എണീറ്റ് രാവിലത്തെ പണികളൊക്കെ ഏകദേശം ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. രാവിലെ കറിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു തിരക്കിലാണ്. ചോറും കറിയൊക്കെ ആയിട്ടുണ്ട്. എനിക്ക് ഇന്നിപ്പോൾ പുറത്തേക്ക് പോകേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ടൗണിലേക്ക് പോകണം. വഴിയെ നമ്മൾ പറയാം. നമ്മുടെ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഏകദേശം പിടുത്തം കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഞാനിതാ രാവിലെ വീട്ടിലെ പണികളൊക്കെ ഒരുക്കി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങണം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ രാവിലത്തെ അടുക്കളപ്പണികളും മക്കളുടെ കാര്യങ്ങളും എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഉച്ചയ്ക്കത്തേക്കുള്ള കറിയും ചോറും ഒക്കെ ഉണ്ടാക്കിയിട്ട് പോവാണ്. അപ്പോൾ കറിയൊക്കെ ആയിട്ടുണ്ട്. ഞാനിത് പപ്പടമൊക്കെ ഒന്ന് വറുത്ത് വെക്കുകയാണ് കേട്ടോ, പിള്ളേർക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ എനിക്ക് സമയത്തിന് നേരത്തിന് ഇവിടെ എത്താൻ പറ്റുമോ എന്നറിയില്ല. അപ്പോൾ എന്തായാലും ഞാനിത് ചോറും കറിയൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് കൂട്ടാനായിട്ട് പരിപ്പും മാങ്ങ പിന്നെ വഴുതനങ്ങ തക്കാളി ഇതൊക്കെ ഇട്ടിട്ടൊരു ചാറ്, സിമ്പിളായിട്ടൊരു ചാറ് കറി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ പരിപ്പും മാങ്ങയും കോമ്പിനേഷൻ മുരിങ്ങക്കായൊക്കെ ഇട്ടിട്ട് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ മുരിങ്ങക്കായ ഇന്ന് ഇല്ലാത്തതുകൊണ്ട് വഴുതനങ്ങയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ സാമ്പാർ കഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടമുള്ളൊരു കറിയാണ്. അപ്പോൾ ഞാൻ എന്തായാലും കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കടുക് വറുത്ത് ഇടുകയാണ് കേട്ടോ. പപ്പടവും കാച്ചിയിട്ടുണ്ട്. പിന്നെ ഉപ്പേരിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇന്നിപ്പോൾ പപ്പടവും സാമ്പാറും ഒക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞാനിതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് പാലക്കാട് പോവാണ്. അപ്പോൾ ഞങ്ങളിതാ ടൗണിലെത്തിയിട്ടുണ്ട് കേട്ടോ. മലബാർ ഗോൾഡിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനും ഇന്ന് എൻ്റെ കൂടെ വരുന്നത് ആങ്ങളെയാണ് കേട്ടോ. അപ്പം ഞാനും ആങ്ങളെയും കൂടെയാണ് ഇന്നിപ്പോൾ ടൗണിലേക്ക് വന്നിരിക്കുന്നത്. ഏട്ടന് ലീവൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ആങ്ങളെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ വന്നിട്ടുണ്ട്. അവൻ വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്യാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്, ബൈക്കൊക്കെ അവിടെ കൊണ്ടുവയ്ക്കാനായിട്ട്. അപ്പോൾ ഞാനിതാ ഫ്രണ്ടിൽ ഇങ്ങനെ നിന്നപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഞങ്ങളിതാ നമ്മുടെ കടൻ്റെ അകത്ത് കയറി. അപ്പോൾ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഇന്നിപ്പോൾ കാര്യമായിട്ടുള്ള തിരക്കൊന്നുമില്ല. അപ്പോൾ ഞങ്ങളെന്തായാലും വേഗം വന്നിട്ട് എന്തൊക്കെയാണ് നോക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ തന്നെ ഞങ്ങൾക്ക് കോഫിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോഫിയൊക്കെ അങ്ങനെ കുടിക്കാനായിട്ട് നിന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്നിട്ട് നമ്മുടെ കളക്ഷൻസൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതവിടെ റിങ്ങിൻ്റെ അവിടെയാണ് കേട്ടോ വന്നത്. മോതിരം എടുക്കാനായിട്ടാണ് വന്നത്. അങ്ങനെ മോതിരമൊക്കെ ഒന്ന് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഇടയിൽ കോഫിയൊക്കെ വന്നപ്പോൾ ഞങ്ങൾ കോഫിയൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ കോഫി നല്ല ടേസ്റ്റാണ്. എപ്പോൾ വന്നാലും ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കോഫിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളിതാ സ്വർണ്ണമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആങ്ങളുടെ കൂട്ടുകാരൻ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ പരിചയമുള്ള ആളായതുകൊണ്ട് അങ്ങനെ വന്നതാണ്. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ തന്നെയാണ് കേട്ടോ. മിക്കവാറും എൻ്റെ എല്ലാ ജ്വല്ലറികളും നമ്മുടെ എന്താണ് മലബാർ ഗോൾഡിൽ തന്നെയാണ് കേട്ടോ. നമ്മൾ 10-20 വർഷമായിട്ട് നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് സ്വർണ്ണമൊക്കെ എടുക്കുന്നത്. ചേച്ചീൻ്റെ കല്യാണത്തിനാണെങ്കിൽ എൻ്റെ കല്യാണത്തിനാണെങ്കിൽ എല്ലാം എൻ്റെ മിക്ക എല്ലാ ആഭരണങ്ങളും ഇവിടുത്തെയാണ് കേട്ടോ. നല്ല ഇഷ്ടമാണ്, നല്ല ക്വാളിറ്റിയാണ്. എൻ്റെ മിക്കവാറും നമ്മുടെ കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ. നല്ല കളക്ഷൻസും ഉണ്ട്, കുഴപ്പമില്ല, നല്ലതാണ്. അപ്പോൾ എന്തായാലും അതൊക്കെ റിങ്ങൊക്കെ വാങ്ങി. പിന്നെ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇന്ന് തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ കുറച്ച് കാശൊക്കെ ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ച കുറച്ച് കാശും കൊണ്ടാണ് കേട്ടോ ഞാൻ വന്നത്. നമ്മുടെ യൂട്യൂബ് മണിയും ഒക്കെ കുറച്ച് കാശ് അങ്ങനെ ചേർത്ത് വെച്ച് അതും കൊണ്ടാണ് നമ്മൾ ഇന്ന് സ്വർണ്ണം എടുക്കാൻ വന്നത്. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ കയ്യിൽ കാശ് അങ്ങനെ ഒരുപാടൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ എൻ്റെ കയ്യിൽ കുട്ടികളുടെയൊക്കെ ചെറിയ ചെറിയ ആഭരണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ചെറുപ്പത്തിലുള്ള, ഇനിയിപ്പോൾ അതൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത പൊട്ടും പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കൊടുത്തിട്ട് അങ്ങനെ ഒന്ന് മാറ്റാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഒരു മാല എടുത്തിട്ടുണ്ട്. 1 പവൻ്റെ ഒരു മാലയും ഒരു റിങ്ങുമാണ് കേട്ടോ അടുത്തത്. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ അക്ഷയ തൃതീയ വരികയാണ്. അപ്പോൾ അന്ന് ദിവസം വന്നാൽ ഇവിടെ മുടിഞ്ഞ തിരക്കാണ്, നല്ല തിരക്കാണ്, കാല് കുത്താൻ പറ്റില്ല. അപ്പോൾ കുറച്ച് പേരൊക്കെ നമ്മൾ നേരത്തെ കൂടി വന്ന് ബുക്ക് ചെയ്ത് ബുക്കിംഗ് ആക്കിയിട്ട് പോവുകയാണ് കേട്ടോ ചെയ്യണത്.
അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ സമയത്ത് വന്ന് എടുത്താൽ മതി. അപ്പോൾ എന്തായാലും ഈ ഒരു അക്ഷയ തൃതീയക്ക് നമ്മുടെ ചെറുതായിട്ടുള്ള കാശ് കുടുക്കിയിലുള്ള കാശുമൊക്കെ കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മാല എടുക്കാമെന്ന് വിചാരിച്ചിട്ട് മാലയും റിങ്ങും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് എടുത്ത് വെച്ചു. അങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ എടുത്ത് ബില്ലൊക്കെ പേ ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് പിന്നെ ഞാനിങ്ങനെ വീഡിയോസൊക്കെ ഇടയ്ക്ക് എടുക്കുന്നത് കണ്ടപ്പോൾ ആങ്ങളുടെ കൂട്ടുകാരൻ ചോദിച്ചു, എന്താണ് സംഭവം, വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടല്ലോ, എന്താണ് ചാനലും മറ്റും ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ആങ്ങളെ പറഞ്ഞു ചെറിയ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, യൂട്യൂബറൊക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ പുള്ളിക്കാരൻ പിന്നെ വേഗം തന്നെ നമുക്ക് കുറച്ച് വെഡ്ഡിങ് കളക്ഷനൊക്കെ ഒന്ന് വീഡിയോ എടുക്കാം, നമ്മുടെ യൂട്യൂബിൽ കുറേ എന്താണ് വ്യൂസൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരൊക്കെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ വെഡ്ഡിങ് സെറ്റിൻ്റെ അവിടെ കൂട്ടിയിട്ട് പോയിട്ടാണ്. പിന്നെ അങ്ങനെ അവിടെ നിന്ന് കുറേ വെഡ്ഡിങ് കളക്ഷനൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അവർ പറയട്ടോ, നമുക്കിതൊന്നും അറിയില്ല. അപ്പോൾ അവർ അത് പറഞ്ഞു തരും. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം കേട്ടോ. ഞാനെടുത്ത സാധനങ്ങളൊക്കെ നമ്മൾ അക്ഷയ തൃതീയക്ക് വന്ന് എടുത്തിട്ട് പോകുന്നു കേട്ടോ. ഇത് ആന്റിക്കാണ്, ചെട്ടിനാണ്, സോൾ കളക്ഷൻസ്, റോസ് ഗോൾഡ് ആണ് തോന്നുന്നു അല്ലേ. അതെ മതി, ഒരുപാട് മലബാർ ഗൾഡിൻ്റെ ഇത് എന്ത് കളക്ഷനാണ്? ആന്റിക് വർക്കാണ്. ആന്റിക് വർക്ക്, മേക്കിംഗ് ചാർജസ് ആന്റിക് വർക്കിൽ കുറഞ്ഞ കൂലിയിൽ നമ്മൾ കൊടുക്കുന്നത്. അത് അങ്ങനെ തന്നെ വരുവുള്ളൂ. ഇതെല്ലാം അങ്ങനത്തെ ഗോൾഡുകളാണ്. അതെ, ചെറുതായിട്ട് ടെമ്പിൾ വർക്ക്. ഇല്ല ഇല്ല, ഇതെന്ത് വർക്ക്? ആന്റിക്, ആന്റിക് വർക്ക്. ഇതോ? ഇത് നഗാസ് വർക്ക്. നഗാസ് വർക്ക്. ഇത് നമ്മുടെ ഗോൾഡന്, അത് ചെട്ടിനാടോ? ചെട്ടിനാടിലെ നഗാസ് വർക്കിൽ. ഇതും ചെട്ടിനാടാണെന്ന് തോന്നുന്നു അല്ലേ. ഇത് റോസ് ഗോൾഡ് ആണ് അല്ലേ? അല്ല, ഇത് നഗാസിൽ തന്നെയാണ്, ഒരു കളർ ഫിനിഷിങ് മാത്രം വ്യത്യാസം. എല്ലാം കൂടെ ഇങ്ങനെ വെച്ച് തരാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ എടുക്കാൻ നല്ല. ഇത് ലൈറ്റ് വെയിറ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? അത് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ്. ഇത് ഡയമണ്ടാ? ഡയമണ്ട്സ് ലൈറ്റിംഗ് കാറ്റ് റോസ് ഗോൾഡിൽ വരുന്നത്. വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പോഴത്തെ വീഡിയോ സ്പെഷ്യൽ അല്ലേ? പാലക്കാട് എൻ്റെ ചാനലിൻ്റെ പേരൊക്കെ എഴുതി വെക്കുകയാണ്, ഒരു സബ്സ്ക്രൈബർ കൂടെ. അതെ, താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. ആന്റിക് കളക്ഷൻസ്, ചെട്ടിനാട്. ചെട്ടിനാട്. സുധയൊന്ന് നെക്ലസ് എടുത്തില്ലേ മകൾക്ക്? അത് ഇതാണ്, അത് ഇതാണ് ചെട്ടിനാട്. അല്ല, ഈ ഗോൾഡ് അതന്നെ ഓരോന്ന് എടുത്തിട്ട് വന്നാ പോ. അല്ല, എനിക്കൊരു അതെ മലബാർ ഗോൾഡുകാരൻ്റെ കളക്ഷൻ 916 ആണ്. അപ്പോൾ നമ്മുടെ വെഡ്ഡിങ് സെറ്റൊക്കെ കണ്ടല്ലോ. ഇപ്പോൾ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലത്തെ വർക്കുകളാണ്. ഡൾ ഗോൾഡ് അല്ലെങ്കിൽ ചെട്ടിനാട്, അവർ പറഞ്ഞതുപോലെ തന്നെ ചെട്ടിനാട് ആൻറ്റിക് കളക്ഷൻസ് ആണ് കേട്ടോ കൂടുതലായിട്ട് വെഡ്ഡിങ്ങിന് പോകുന്നതെന്ന് പറയുന്നത്. പണ്ടത്തെ പോലെ നമ്മൾ മഞ്ഞ കളറിലുള്ള ഗോൾഡ് അല്ല എന്നാണ് പറയണത്. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് കണ്ട് എല്ലാം ഒന്ന് വീഡിയോ എടുത്തു. പിന്നെ അങ്ങനെ ഞങ്ങളിതാ പുറത്ത് ഇറങ്ങിയിട്ടാണ്
ഇറങ്ങുമ്പോഴത്തേക്ക് സമയം 2:30 കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതാ വെളിയിൽ വന്നപ്പോൾ നല്ല ചൂടായിരുന്നു. അങ്ങനെ ഇതാ തൊട്ടപ്പുറത്ത് ഒരു കടയുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ കഞ്ഞിക്കട. അപ്പോൾ അവിടെ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ എല്ലാം കിട്ടും കേട്ടോ, സീ ഫുഡ് എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ കുറച്ച് സമയമായി 2:30 കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തിരക്കൊന്നുമില്ല. അങ്ങനെ നമ്മൾ എന്തായാലും കഞ്ഞിക്കടയിൽ വന്നതുകൊണ്ട് ഞാനിവിടെ വന്നിട്ട് വേറെ ഒക്കെ കഴിച്ചിട്ടുണ്ട്, ബിരിയാണി അങ്ങനെയുള്ള സംഭവമൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ കഞ്ഞിയൊന്നും ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ വന്നിട്ട് നോക്കിയപ്പോൾ ടേബിളിലിരിക്കുന്ന എല്ലാവരും കഞ്ഞിയാണ് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാകും, കഞ്ഞിക്കട എന്ന് പേരും ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ കഞ്ഞി ഓർഡർ ചെയ്തു കേട്ടോ. കഞ്ഞിയൊക്കെ മട്ടരി കഞ്ഞിയും നമ്മുടെ അച്ചാർ, പിന്നെ ഒരു കറി, ബീട്രൂട്ട് തോരൻ, കപ്പ, പപ്പടം, ചുട്ട പപ്പടമാണ്, പിന്നെ മുളക് കൊണ്ടാട്ടം അങ്ങനെ. അപ്പോൾ ഞാൻ എന്തായാലും ബസ്സൊക്കെ കയറിയിട്ട് വീട്ടിലേക്ക് അങ്ങനെ ഇവിടെ നിന്ന് പോവുകയാണ്. ആങ്ങള പിന്നെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ, കൊല്ലംകോട്ടേക്ക് പോവാണ്. ഞാനിവിടെ ആനിക്കോട്ടേക്കും അങ്ങനെ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഞാനിതാ ബസ്സൊക്കെ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോയി മക്കളൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ പോകുമ്പോഴത്തേക്കും സമയമൊക്കെ 4:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അത്രയും സമയമായിട്ടാണ്. അപ്പോൾ താഴെ സ്കൂട്ടറൊക്കെ കൊണ്ടുവച്ചിട്ടാണ് കേട്ടോ വന്നത്. എന്തായാലും അത് വണ്ടി എടുത്തിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ ഇതിൻ്റെ ബാക്കി വന്നിട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെ എടുത്താണ്. അപ്പോൾ എല്ലാം കൂടെ അങ്ങനെ ഒരുമിച്ച് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഹലോ ഗായ്സ്, ഇന്ന് നമ്മളിതാ ഒന്ന് പുറത്തേക്ക് പോകണം. പുറത്തേക്ക് എന്ന് പറയുമ്പോൾ ഒരു സഞ്ചി കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട്. നമ്മളിന്ന് ലേലം വിളിക്കുന്ന അവിടെ പോയിട്ട് കുറച്ച് പച്ചക്കറികൾ വാങ്ങിക്കാനായിട്ട് പോവാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് പോണത്. അപ്പം നമ്മുടെ വീട്ടിൽ എന്നും നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ മാത്രമല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒരു വീഡിയോയിൽ ഒരു വെറൈറ്റി ഒക്കെ വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോവാണ് കേട്ടോ, പച്ചക്കറി വാങ്ങിക്കാനായിട്ട് പോവാണ്. നമുക്ക് നോക്കാം, ഉണ്ടെങ്കിൽ വാങ്ങിച്ചിട്ട് വരാം. ലേലം വിളി കഴിഞ്ഞിട്ടുണ്ടാവും എന്തോ അറിയില്ല. സമയം ഇപ്പം തന്നെ 8 മണിയായി. രാവിലെ നേരത്തെ ഇറങ്ങാൻ പറ്റിയില്ല, വീട്ടിൽ കുറച്ച് രാവിലത്തെ പണികളൊക്കെ കഴിയുമ്പോഴേക്കും സമയമായി. അപ്പോൾ എന്തായാലും ഞാനൊന്ന് പോയിട്ട് വരട്ടെ കേട്ടോ. നമ്മുടെ വീഡിയോയിൽ ഇതൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കുകയാണ്. ശരി. അപ്പം ഞാൻ പോണതിന് മുമ്പ് ചോറൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ചോറിന് അരിയൊക്കെ ഇട്ടിട്ടുണ്ട്, തീയൊക്കെ ഒന്ന് കത്തുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് നോക്കുകയാണ്. ഇനിയിപ്പോൾ അരിയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് വേഗം കിട്ടുകയാണെങ്കിൽ പച്ചക്കറി വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോണത്. പെട്ടെന്ന് തന്നെ വരാം, നമ്മുടെ കുറച്ച് അടുത്തൊക്കെ തന്നെയാണ്. അങ്ങനെ നമ്മൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ലേലം വിളിക്കുന്ന അവിടെ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ സ്ഥലം വന്നിട്ട് നമ്മുടെ ഈ ഭാഗത്തുള്ളവർക്കൊക്കെ അറിയാം. നമ്മുടെ അയ്യൻകുളത്ത് വന്നാൽ ഈ സംഭവം രാവിലെ എല്ലാ ദിവസവും ഈ ഒരു കാഴ്ച കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലേലം വിളി തുടങ്ങിയിട്ടുണ്ട്, നേരത്തെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ 3 കടകളുണ്ട്. ഓരോ കടയിലും ഇതിപ്പോൾ ഇവിടുത്തെ ഒരു കടയിൽ ഇപ്പോൾ ലേലം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ഇതിനു മുമ്പൊന്നും അങ്ങനെ കാണാനായിട്ട് വന്നിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ വാങ്ങിക്കാനൊന്നും വന്നില്ല. ഏട്ടനൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വാഴയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് വാഴക്കൊലയൊക്കെ ഇവിടെ ഇതുപോലെ രാവിലെ നേരത്തെ കൊണ്ട് കൊടുക്കും, ലേലം വിളിച്ചിട്ട് നമ്മൾ കാശ് വാങ്ങിക്കും അങ്ങനെ. അപ്പോൾ ഞാൻ പച്ചക്കറി എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കാമെന്ന്. അവർ ലേലം വിളിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ തന്നെ നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഒരുമിച്ച് എടുക്കണം അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ കുറേശ്ശെ എടുക്കാമെന്ന് പറഞ്ഞാൽ മാക്സിമം 1 കിലോനെങ്കിലും വാങ്ങിക്കണം. അപ്പം ഞാൻ അങ്ങനെ ലേലം വിളിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ ഇവിടെ മുട്ട കണ്ടിട്ടുണ്ടായിരുന്നു, മുട്ട, നാടൻ മുട്ട അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ വല്ലപ്പോഴും അല്ലേ നമുക്ക് കിട്ടുള്ളൂ, ഇതിപ്പോൾ നാടൻ സംഭവങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ വരണം. അപ്പോൾ ഞാൻ കുറച്ച് മുട്ട വാങ്ങിച്ചു കേട്ടോ, നാടൻ മുട്ട വാങ്ങിച്ചു. പിന്നെ ഇപ്പുറത്തെ കടയിൽ വന്നപ്പോൾ അവിടെ ചീര ഉണ്ടാന്ന് ചോദിച്ചപ്പോൾ ചീര കഴിഞ്ഞു, അതൊക്കെ ലേലം വിളിച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ തൊട്ടിപ്പുറത്ത് തന്നെ വന്നപ്പോൾ ഇവിടെ ചീര, കോവയ്ക്ക ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ രാവിലെ നേരത്തെ വന്ന് നന്നായിട്ട് ഫ്രഷ് ആയിട്ടുള്ള സംഭവങ്ങൾ കൊണ്ടുപോവുക. അങ്ങനെ ഞാൻ കുറച്ച് കോവയ്ക്കയും നമ്മുടെ ചീരയും മുട്ടയുമാണ് കേട്ടോ വാങ്ങിച്ചത്, വേറെ ഒന്നും വാങ്ങിച്ചില്ല. വേറെയൊക്കെ നമ്മളിപ്പോൾ ഏട്ടൻ ഉള്ളി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവരും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്പെഷ്യലായിട്ട് ഇതുപോലെ ഇങ്ങനെ ഫ്രഷായിട്ട് കിട്ടുന്ന സംഭവം, പടവലങ്ങ, കപ്പ, ചക്ക, മാമ്പഴം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ചീരയും നമ്മുടെ കോവയ്ക്കയും മുട്ടയാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ഇവിടെ ലേലം വിളിക്കുന്നത് കേൾക്കാനായിട്ട് നല്ല രസമാണ്, ഇങ്ങനെ കണ്ടു നിന്ന് പോകും കേട്ടോ. ഓരോരോ സാധനങ്ങൾക്കും ഇങ്ങനെ ലേലം വിളിച്ച് പോണത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ രാവിലെ ഇവിടെ വന്നാൽ എല്ലാ സംഭവങ്ങളും കിട്ടും, അത്യാവശ്യം എല്ലാം കിട്ടും. പിന്നെ അത്ര നല്ല തിരക്കുമാണ് കേട്ടോ രാവിലെ. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ട് പോട്ടെ.
ഇന്ന് പോയിട്ട് കുറച്ച് നാടൻ പച്ചക്കറികൾ പറയാൻ ഒരുപാടൊന്നുമില്ല. നമുക്ക് അധികം അങ്ങോട്ട് ഇവിടെ കിട്ടാത്ത സംഭവങ്ങൾ, ചീര, പിന്നെ അതവിടെ കോവയ്ക്കാട്ടോ, നല്ല ഫ്രഷ് കോവയ്ക്ക കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല പച്ച കോവയ്ക്ക, നല്ല ഫ്രഷായിട്ടുള്ള കോവയ്ക്ക. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇത്തിരിയൊക്കെ പഴുപ്പുണ്ടാവും. പക്ഷേ ഇവിടെ നോക്കണേ, നല്ല ഫ്രഷ് കോവയ്ക്ക, ഒരു 1/2 കിലോ. പിന്നെ ചീരയും. പിന്നെ വാങ്ങിച്ചത് ഞാൻ മുട്ടയാണ്. ഇത് നാടൻ മുട്ട, നമ്മൾ കോഴികളിടുന്ന മുട്ടയാണ്. ഇത് കണ്ട കുഞ്ഞു മുട്ട, പല ഷേപ്പുകളിലുമാണ്. ഇതാ ഷേപ്പുകളിൽ തന്നെ വ്യത്യാസം, ചിലത് വലുതുണ്ടാവും, ചിലത്. അങ്ങനെ നാടൻ മുട്ട കുറച്ച് 10 എണ്ണം 100 രൂപ കേട്ടോ. അങ്ങനെ വാങ്ങിച്ചിട്ട് വന്നു. ഒരെണ്ണം വരുമ്പോഴേക്കും തന്നെ പൊട്ടുകയും ചെയ്തു. അങ്ങനെ മുട്ടയും ഇതും എല്ലാം കൂടെ വാങ്ങിച്ചിട്ട് വന്നതാണ്. അങ്ങനെ നമ്മുടെ ലേലം വിളിയും ഇതെല്ലാം കഴിഞ്ഞ് അങ്ങനെ വീട്ടിലേക്ക് വന്നു. പിന്നെ വീട്ടിലെ രാവിലത്തെ പണികളെന്ന് പറഞ്ഞാൽ ചോറും കറിയൊക്കെ ഉണ്ടാക്കൽ തന്നെയല്ലേ. അപ്പോൾ ചോറൊക്കെ രാവിലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വരുമ്പോഴത്തേക്ക് ചോറൊക്കെ ആയി. പിന്നെ തുണി അലക്കലും കുളിയും ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ അങ്ങനെ കറി വെക്കാനായിട്ട് നിന്നത്. അപ്പോൾ ചീരയും പരിപ്പും ഇട്ടിട്ട് കറി വെക്കാമെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഇരുന്നതാണ്. പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ ചീര വറുക്കുക, തൈരുണ്ട്, പിന്നെ ഇന്നലത്തെ സാമ്പാർ കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ മതിയെന്ന് വിചാരിച്ചു. ചീര അരിഞ്ഞ് വറുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ചീര വറുത്താൽ നല്ല ഇഷ്ടമാണ്. ചെറിയുള്ളിയും തേങ്ങയൊക്കെ നന്നായിട്ട് ചേർത്ത് അങ്ങനെ വറുത്തെടുത്താൽ മതി. അങ്ങനെ ചീരയൊക്കെ മുറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മീഷോ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. കുട്ടികൾക്ക് കൈനീട്ടമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, വിഷു കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പോൾ ആ കൈനീട്ടം പൈസയ്ക്ക് അവർക്ക് വാച്ച് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാച്ച് 2 പേർക്ക് ഓരോ വാച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം വന്നിട്ടുണ്ട് കേട്ടോ. ചിട്ടിൻ്റെയാണിത്. ഇപ്പോൾ കുറച്ച് നീട്ടം കൂടുതലാണ്. ക്വാളിറ്റി എങ്ങനെയാണെന്നൊന്നും അറിയില്ല, നമ്മൾ ഉപയോഗിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും അത് എത്രത്തോളം നല്ലതായിരിക്കും എന്നറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇവർക്ക് കൈനീട്ടം കിട്ടിയ കുറച്ച് പൈസ കൊണ്ട് അത് അവരുടെ ഇഷ്ടത്തിന് വാങ്ങിച്ചതാണ് കേട്ടോ. അങ്ങനെ വാച്ചൊക്കെ ചിട്ടിക്കുട്ടിക്ക് ഇഷ്ടമായി. പിന്നെ അത് കുറച്ച് കട്ട് ചെയ്യണം കേട്ടോ. 1-2 കണ്ണി കട്ട് ചെയ്യേണ്ടി വരും, നല്ല വലുപ്പമുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് നോക്കി ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട് പിള്ളേർ. പിന്നെ ഞാനിത് ആ ചീര ഉപ്പേരിയൊക്കെ വെച്ചു. അങ്ങനെ ഇനി കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ചീര ഉപ്പേരിയും പപ്പടം വറുത്തതും പിന്നെ കുറച്ച് തൈരുമാണ് കേട്ടോ എടുത്തത്. കറിയൊന്നും എടുത്തില്ല ഞാൻ. അപ്പോൾ എന്തായാലും ഞാനിതാ ഉച്ചഭക്ഷണമൊക്കെ വിളമ്പി ഞങ്ങൾ ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ.